നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇടുക്കി തൊടുപുഴയിൽ ഡിവൈഎഫ്ഐ നേതാവിനെയും സംഘത്തെയും മയക്കുമരുന്നുമായി പിടികൂടിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു പോലീസ്. കാറിലും ഓട്ടോറിക്ഷയിലുമായി സഞ്ചരിച്ച പ്രതികളെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇവരിൽ നിന്ന് 18 ഗ്രാം MDMAയും 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് പിടികൂടിയത്. ദൃശ്യങ്ങളിലേക്ക് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഡിവൈഎഫ്ഐ നേതാവിനെ പിടിയിലായ കേസിലെ ദൃശ്യങ്ങൾ ഇതാ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നു. ആര്യ, ഇടുക്കി പോലീസിന്റെ ഗ്രൂപ്പിലൂടെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ 4 മണിയോടുകൂടിയാണ് രാസരഹിതമായി ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 4 പേർ പോലീസിന്റെ പിടിയിലാവുന്നത്. തൊടുപുഴ ഇടിവെട്ടിയിൽ വെച്ചിട്ടായിരുന്നു ഈ 4 പേരും പിടിയിലാവുകയും ചെയ്യുന്നത്. ഡിവൈഎഫ്ഐ തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TS ഷിയാസ്, ആഷിഖ്, നിഹാൻ, ആർഷിദ് എന്നീ തുടങ്ങിയ 4 പേരായിരുന്നു പിടിയിലായത്. ഇന്നലെ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. പക്ഷേ അതിന്റെ ഈ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നില്ല. അല്പസമയം മുമ്പാണ് ഇടുക്കി പോലീസ് അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയും ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യം കാണുന്നതനുസരിച്ച് ഒരു കാറിലും ഓട്ടോയിലും ഈ പ്രതികൾ ഇരിക്കുന്നതായിട്ടാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത്. ഈ ഷിയാസ് ഉൾപ്പെടെയുള്ള 4 പേർ ഈ കാറിലാണ് ഇരിക്കുന്നത്. അവർ ലഹരി ഉപയോഗിച്ച ഒരു അവസ്ഥയിലാണ് ആ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നത്. മൊബൈൽ ഫോൺ ഉൾപ്പെടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഇവരിൽ നിന്നും പിടികൂടിയ ഈ രാസലഹരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവർ തൂക്കിയെടുക്കുന്നത് നമുക്ക് പോലീസിന്റെ ആ പുറത്തുവിട്ട ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ ആ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യ, ലഹരിയുമായി എത്തിയ ലഹരി ഉപയോഗിച്ച് കാറിൽ കിറങ്ങിയിരിക്കുന്ന ഡിവൈഎഫ്ഐ നേതാവിനെയും സംഘത്തെയുമാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. രാഹുൽ സുരേഷാണ് ആ വിവരങ്ങൾ നൽകിയത്.